everyone, welcome to Krish Talks. അപ്പോൾ നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേറ്റ് റെഗുലേഷൻ്റെ ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 2ൻ്റെ എന്താ പറയുക ഈ ഒരു പോർഷൻ ഒഴികെ ഫസ്റ്റ് മുതലേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണ് ചാപ്റ്റർ 2ൻ്റെ കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. കാരണം എപ്പോഴും ഷോർട്ട് എസ്സേ ആയിട്ടൊക്കെ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഡിഫറൻഷിയേറ്റ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ആൻഡ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ MOA ആൻഡ് AOA. AOA എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെടുത്ത് ചോദിക്കാറുള്ള ഒരു പാർട്ടാണ് ഇത്. ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു ഡിഫറൻസിൻ്റെ ടേബിൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ചാപ്റ്ററിലെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ടേംസ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്, ഇമ്പോർട്ടൻറ്റ് പാർട്ട് വീഡിയോ ആണ് ഇത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു വീഡിയോ കാണാൻ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ലീഗൽ ഡോക്യുമെന്റ് വിച്ച് സ്റ്റേറ്റ്സ് ദ പർപ്പസ് ഓഫ് എ കമ്പനി. അതായത് ഇത് രണ്ടും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ഒരു കമ്പനിയുടെ ലീഗൽ ഡോക്യുമെന്റ്സ് ആണ്. 3 എണ്ണം ഉണ്ട് ശരിക്കും. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, ദെൻ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതും കൂടിയുണ്ട്, ടേമും കൂടിയുണ്ട്. അപ്പം നമ്മളത് ഈ ഒരു വീഡിയോയിൽ പഠിക്കും. അപ്പോൾ ഈ 3 ഡോക്യുമെന്റ്സ് ആണ് കമ്പനിയുടെ മെയിൻ ലീഗൽ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പർപ്പസ് ഓഫ് ദ കമ്പനിയാണ്. അതായത് എന്താണ് ഈ ഒരു കമ്പനിയുടെ ഉദ്ദേശം, എന്താണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അങ്ങനെ ആ ഒരു കമ്പനിയുടെ എന്താ പറയുക സിമ്പിൾ ആയിട്ടുള്ള അതിൻ്റെ സ്കോപ്പ് കാര്യങ്ങൾ. ഇപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും, അതിൽ ദെൻ സ്കോപ്പ് ഉണ്ടായിരിക്കും, ഇപ്പോൾ പറഞ്ഞില്ലേ പർപ്പസ് ഉണ്ടായിരിക്കും. അങ്ങനെ ആ കമ്പനിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. എങ്ങനെ ഒരു കമ്പനി പ്രവർത്തിക്കാം, എന്തൊക്കെ റൂൾസ് ഉണ്ട്, റെഗുലേഷൻസ് ഉണ്ട്, അങ്ങനെ എങ്ങനെ ആ ഒരു കമ്പനി പ്രവർത്തിക്കാം, എങ്ങനെ ഡിസിഷൻസ് എടുക്കാം, എങ്ങനെ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ഡോക്യുമെൻ്റ് ആണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ജസ്റ്റ് അതിൻ്റെ പർപ്പസ് ഒബ്ജക്റ്റീവ്സ് ആണെങ്കിൽ ഇതിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും. രണ്ടിൻ്റെ ഡിഫറൻസ് ഏകദേശം മനസ്സിലായല്ലോ. ഇനി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ കണ്ടെയ്ൻസ് പവേഴ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കമ്പനി. പക്ഷേ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിലോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ സബോർഡിനേറ്റ് ടു ദ കമ്പനീസ് ആക്ട്, അതായത് ഏറ്റവും ടോപ്പിൽ കമ്പനീസ് ആക്ട് ആണ്. അത് കഴിഞ്ഞിട്ട് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അത് കഴിഞ്ഞിട്ട് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. അപ്പം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആരുടെ കീഴിലാണ് വരുന്നത്? കമ്പനീസ് ആക്ടിൻ്റെ കീഴിലാണ് വരുന്നത്. ദെൻ നമ്മുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനോ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ കീഴിലാണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ വരുന്നത്. അപ്പം അതാണ് ആ പോയിന്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ കമ്പനീസ് ആക്ട് ആണ്, അത് കഴിഞ്ഞ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അത് കഴിഞ്ഞത് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. ദെൻ അടുത്തത് ഇറ്റ് ഈസ് ഒബ്ലിഗേറ്ററി ഫോർ ഓൾ കമ്പനീസ് ടു സബ്മിറ്റ് ഇറ്റ് ടു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഫോർ രജിസ്ട്രേഷൻ. ഒരു MOA നിർബന്ധമായിട്ടും എല്ലാ കമ്പനീസും രജിസ്ട്രാറിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പക്ഷെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ അങ്ങനെ എല്ലാ കമ്പനീസിനും പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് നിർബന്ധമില്ല. പ്രൈവറ്റ് കമ്പനീസ് മാത്രം അത് എന്ത് ചെയ്താൽ മതി, രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്താൽ മതി. റിക്വയർഡ് ടു സബ്മിറ്റ് ആൻഡ് ദ പബ്ലിക് സെക്ടർ കമ്പനീസ് ലിസ്റ്റഡ് ബൈ ഷെയർസ് കൻ അഡോപ്റ്റ് ടേബിൾ F ഇൻ പ്ലേസ് ഓഫ് ആർട്ടിക്കിൾസ്. നമ്മുടെ പ്രൈവറ്റ് കമ്പനീസിനാണ് ഇത് നിർബന്ധമായിട്ടും സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. പബ്ലിക് കമ്പനീസിന് ടേബിൾ F എന്ന് പറഞ്ഞ ഇതിന് പകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ട്, അത് വേണമെങ്കിൽ അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമില്ല ഇൻ ദ കേസ് ഓഫ് പബ്ലിക് കമ്പനീസ്. പ്രൈവറ്റ് കമ്പനീസിന് നിർബന്ധമായിട്ട് ഇത് ചെയ്യണം. പക്ഷേ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഏത് ടൈപ്പ് ഓഫ് കമ്പനിയിലും പ്രിപ്പയർ ചെയ്ത് രജിസ്ട്രാറിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അടുത്തത് ഇറ്റ് ഡിഫൈൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് എക്സ്റ്റേണൽ ഷെയർ ഹോൾഡേഴ്സ്. MOAയിൽ കമ്പനിയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുറമേയുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഇത് ആ ഒരു റിലേഷൻഷിപ്പ് ഇതിൽ കാണിക്കുന്നുണ്ട്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവരും, പുറമേയുള്ള എല്ലാവരുമാണ്. ഗവൺമെൻറ്, ദെൻ ഇപ്പോൾ ഒരു ടാക്സ് ഓഫീസർ, അല്ലെങ്കിൽ എന്താ പറയുക എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ്, അങ്ങനെ കസ്റ്റമേഴ്സ്, കൺസ്യൂമേഴ്സ്, ഇവരൊക്കെയാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുക, എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുക. കമ്പനിയുടെ പുറമേയുള്ള എന്നാൽ കമ്പനിയുമായിട്ട് ബന്ധമുള്ള ആൾക്കാർ, അവരൊക്കെ MOAയിൽ വരും. പക്ഷേ AOA എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നാരോ ആണ്. കമ്പനിയും കമ്പനിയുടെ ഉള്ളിലുള്ളവരുമായിട്ടാണ് വരിക. അതായത് ഉള്ളിലുള്ള ഷെയർ ഹോൾഡേഴ്സ്, ഉള്ളിലുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും അതിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. ദെൻ
ആക്ട്സ് ബിയോണ്ട് ഇറ്റ് സ്കോപ്പ് ആർ ആബ്സല്യൂട്ട്ലി വോയിഡ്. അതായത് നമ്മുടെ MOAയിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? വോയിഡ് ആയിരിക്കും. വോയിഡ് മീൻസ് നോട്ട് വാലിഡ്. ഇനി AOAയുടെ കേസോ, ആക്ട്സ് ഡൺ ബിയോണ്ട് ഇറ്റ് സ്കോപ്പ് ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. കാരണം MOA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി വൈഡ് ആണ്. അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമില്ല. കാരണം പുറമേയുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഗവൺമെന്റിന്റെ വരെ എന്താ പറയുക ഒരു ഇന്റർഫിയറൻസ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. MOAയിൽ അവരുടെ ഇടപെടലുകൾ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ഒതുക്കി തീർക്കാനായിട്ട് പറ്റില്ല. പക്ഷെ AOA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയും അതിനുള്ളിലുള്ളവരുമാണ് അതിൽ ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ തന്നെ അവർക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ഒതുക്കി തീർക്കാനായിട്ട് സാധിക്കും. അതാണ് അവിടെ പറയുന്നത്. ഇനി ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഇസ് ഓൾട്രേഷൻ ഇസ് പോസിബിൾ ബൈ പാസിംഗ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. രണ്ടിലും നമ്മുടെ ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് ഒക്കെ കൂടി സ്പെഷ്യൽ റെസൊല്യൂഷൻ ഒക്കെ പാസ്സാക്കിക്കൊണ്ട് എന്തെങ്കിലും ഭേദഗതികൾ, ചേഞ്ചസ് രണ്ടിലും വരുത്താവുന്നതാണ്. അത് രണ്ടിലും ഒരുപോലെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതാണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും തമ്മിലുള്ള വ്യത്യാസം. ഇത് പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചോദിച്ചു, അതായത് എക്സ്പ്ലെയിൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ഇതിൽ ഈ പോയിന്റ്സ് എഴുതാനായിട്ട് സാധിക്കും. MOAയിലെ മാത്രം ഇതിന് കീഴെയുള്ള മാത്രം പോയിന്റ്സ് നിങ്ങൾ അവിടെ എഴുതിയാൽ മതി. AOA മാത്രം ചോദിക്കാൻ വെച്ചാൽ അങ്ങനെ എഴുതിയാൽ മതി. ഡിഫറൻസ് ചോദിക്കാൻ വെച്ചാൽ ഇതേപോലെ ടേബിളാക്കി എഴുതുക. ഡിഫറൻസ് ചോദിക്കുമ്പോൾ എപ്പോഴും നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് കൊടുക്കണം കേട്ടോ. ഇവിടെ നമ്മൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് കൊടുക്കുക. അതായത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്നൊക്കെ പറയുന്നത് കമ്പനിയുടെ ലീഗൽ ഡോക്യുമെന്റ്സ് ആണ് എന്നൊക്കെ പറഞ്ഞ് 1-2 ലൈൻസ് നിങ്ങളിവിടെ ഇൻട്രൊഡക്ഷനായിട്ട് കൊടുത്തിട്ട് വേണം ഈ ഒരു ടേബിൾ വരച്ച് ഡിഫറൻസിലേക്ക് വരാൻ. അത് കഴിഞ്ഞിട്ടും നിങ്ങൾ താഴെ ഒരു കൺക്ലൂഷൻ പാരഗ്രാഫ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ആയിരിക്കും. അത് ഷോർട്ട് എസ്സേ ആയാലും essay ആയാലും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ, ഡിഫറൻസ് ചോദിക്കുന്ന സമയത്ത്. ദെൻ അടുത്ത ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ഇതിൽ വരുന്നുണ്ടെന്ന്. അതിലൊന്നാമത്തതാണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അൾട്രാ വൈറസിന്റെ സ്പെല്ലിംഗ് നോക്കിക്കോളൂ കേട്ടോ, VIRES ആണ്. അപ്പോൾ അൾട്രാ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. ബിയോണ്ട്, അൾട്ര എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ബിയോണ്ട് എന്നും വൈറസ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് പവേഴ്സ് എന്നുമാണ്. അപ്പൊ ബിയോണ്ട് പവേഴ്സ് എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത് കേട്ടോ. അതായത് ബിയോണ്ട് ലീഗൽ പവർ. ഒരു മലയാളത്തിൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇത് വായിച്ചു തരാം. അതായത് നമ്മൾ കമ്പനിയിൽ ഏതൊരു കാര്യം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും എന്ത് പ്രകാരം വേണം പ്രവർത്തിക്കാൻ? കമ്പനീസ് ആക്ട് പ്രകാരവും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രകാരവും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ പ്രകാരവും വേണം നമ്മൾ പ്രവർത്തിക്കാനായിട്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾ എന്തെങ്കിലും നമ്മുടെ തന്നിഷ്ടപ്രകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? വോയിഡ് ആയിരിക്കും, വാലിഡ് ആയിരിക്കില്ല. മനസ്സിലായോ? ഈ 3 സംഭവങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വേണം നമ്മൾ പ്രവർത്തിക്കാനായിട്ട്. അതിനപ്പുറത്തേക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് അവർ അംഗീകരിക്കില്ല, വോയിഡ് ആയിരിക്കും, നോട്ട് വാലിഡ്. ഇതിനെയാണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ് എന്ന് പറയാ. ബിയോണ്ട് ദി പവേഴ്സ്, ബിയോണ്ട് ദി ലീഗൽ പവേഴ്സ്, ലീഗൽ പവേഴ്സിന് അപ്പുറത്തേക്ക് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? വോയിഡ് ആയിരിക്കും. സോ ഇതിനെയാണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ് എന്ന് പറയുന്നത്. ജനറലി എ കമ്പനി ഹാസ് ദ പവർ ടു ഡു ഓൾ ആക്ട്സ് ദാറ്റ് ആർ ഓതറൈസ്ഡ് ടു ബി ഡൺ ബൈ ദ കമ്പനീസ് ആക്ട്, ഇറ്റ്സ് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. ഏതൊരു കമ്പനിക്കും ഇത് 3ലും പറഞ്ഞിരിക്കുന്നത് പ്രകാരം എങ്ങനെ വേണമെങ്കിലും പ്രവർത്തിക്കാം. സോ എനി ആക്ടിവിറ്റി ഡൺ കോൺട്രറി, അതിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുവാണെങ്കിൽ അത് അൾട്രാ വൈറസ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. ദാറ്റ് മീൻസ് വോയിഡ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. ഇനി പല തരത്തിലുള്ളത് 3 തരമാണ് പറയുന്നത്. അൾട്രാ വൈറസ് ദി കമ്പനീസ് ആക്ട്, അൾട്രാ വൈറസ് ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അൾട്രാ വൈറസ് ദി ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. സിമ്പിൾ ആണ്. കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാളും അപ്പുറത്തേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അൾട്രാ വൈറസ് കമ്പനീസ് ആക്ട്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന് പുറമെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എന്ത് പറയും? അൾട്രാ വൈറസ് ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ അപ്പുറത്തേക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അൾട്രാ വൈറസ് ദി ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. അപ്പോൾ ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 3ഉം കൂടി ഒന്ന് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തത് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ഓഫ് ആർട്ടിക്കിൾസ് ആൻഡ് മെമ്മോറാണ്ടം. Constructive notice is a legal doctrine that assumes a person has knowledge of a company's memorandum and article of association even if they haven't actually read or been informed of them. അതായത് ഇപ്പോൾ
നമ്മൾ ഏതൊരു കമ്പനിയിലും ഒരു ബിസിനസ്സിനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ, അവരുമായിട്ട് ഒരു ബിസിനസ്സിന് ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ എന്താ പറയുക ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ കരുതപ്പെടും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം വായിച്ച് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്, പക്ഷേ നിങ്ങളത് വായിച്ച് മനസ്സിലാക്കിയില്ല. അതായത് എന്തിനാ വെറുതെ MOAയും AOAയും ഒക്കെ വായിച്ച് മനസ്സിലാക്കണം, നമുക്ക് ബിസിനസ്സിലേക്ക് കിടക്കാം എന്ന് പറഞ്ഞ് നിങ്ങളതൊന്നും വായിച്ച് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു, അപ്പോൾ നിങ്ങൾ കേസ് കൊടുക്കുകയാണ്. അതായത് ഞാൻ അവരുടെ MOA വായിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെയാണ് അവരുടെ ബിസിനസ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വായിച്ച് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കടമയായിരുന്നു. വായിച്ച് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങളത് വായിച്ചു എന്ന് കരുതപ്പെടും, അസ്യൂം ചെയ്യും. മനസ്സിലായോ? അല്ലാതെ നിങ്ങൾ വായിച്ചില്ല അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നൊന്നും പറഞ്ഞ് നിങ്ങൾക്ക് പരാതിപ്പെടാനായിട്ട് സാധിക്കില്ല. അതിനെയാണ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ഓഫ് ആർട്ടിക്കിൾ ആൻഡ് മെമ്മോറാണ്ടം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇഫ് എ കമ്പനീസ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ റിക്വയർ contracts to be signed by 2 directors and you sign a contract with only 1 director, you can't claim against the company if they don't fulfill the contract. അതായത് ഒരു കമ്പനിയുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ഡയറക്ടേഴ്സ് ഒപ്പുവെക്കണം എന്നുള്ളത്. പക്ഷെ അത് നിങ്ങൾ ശ്രദ്ധിക്കാതെ ഒരു ഡയറക്ടറാണ് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ ആ ഒരു കോൺട്രാക്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് പരാതി കൊടുക്കാൻ പറ്റില്ല. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഞാൻ വായിച്ചില്ല, അതിലിങ്ങനെ ഉണ്ടായിരുന്നോ, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നൊന്നും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം അത് വായിച്ച് മനസ്സിലാക്കണം എന്നുള്ളത് നിങ്ങളുടെ കടമയായിരുന്നു. വായിച്ച് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചു എന്ന് അസ്യൂം ചെയ്യും, കരുതപ്പെടും. അതുകൊണ്ട് നിങ്ങൾക്ക് അതിന് മേൽ കേസോ കാര്യങ്ങളോ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെയാണ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ഓഫ് ആർട്ടിക്കിൾസ് ആൻഡ് മെമ്മോറാണ്ടം എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് ആണ്. ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് ഈസ് ആൻ എക്സംഷൻ ടു ദ ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. നേരത്തെ പറഞ്ഞ കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ഉണ്ടല്ലോ, അതായത് കൃത്യമായിട്ട് നമ്മളെല്ലാം വായിക്കണം എന്ന് വായിച്ച് മനസ്സിലാക്കണം എന്ന് പറഞ്ഞതിനെയാണ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറയുക. അപ്പോൾ അതിന് ഒരു എക്സംഷൻ, ഒരു എക്സ്ക്യൂസ് ആണ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്. ഇതിൽ പറയുന്നത് നമ്മൾ അങ്ങനെ എല്ലാ കമ്പനികളുടെയും പോയിട്ട് അരിച്ച് പറക്കി വായിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ഷോപ്പിൽ പോയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഡയറി മിൽക്കിൻ്റെ കമ്പനിയിൽ പോയിട്ട് നേരിട്ട് ഡയറി മിൽക്ക് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സമയത്ത് നോക്കട്ടെ, നിങ്ങളുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഒന്ന് കാണട്ടെ, നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ, നിങ്ങൾ ഡയറക്ടേഴ്സൊക്കെ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സൊക്കെ മര്യാദയ്ക്ക് തന്നെയാണോ ഇവിടെ കാര്യങ്ങൾ ഡിസിഷൻ എടുക്കുന്നതെന്നൊക്കെ ഞാനൊന്ന് അറിയട്ടെ എന്ന് പറഞ്ഞ് നമ്മളതൊക്കെ വായിക്കാൻ കുത്തിരിക്കുമോ? ഇല്ലല്ലോ. നമുക്കറിയാം ബെസ്റ്റ് കമ്പനിയാണ് എന്നുള്ളത് നമുക്കറിയാം. പാർലയുടെ കമ്പനി അല്ലെങ്കിൽ ഇപ്പോൾ ടാറ്റയുടെ കമ്പനി അതൊക്കെ ബെസ്റ്റ് ആണെന്ന് ഓൾറെഡി നമുക്കറിയാം. പിന്നെ അത് പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഓൾറെഡി അവർ നല്ല രീതിക്കാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാം. അതുകൊണ്ട് നമ്മൾ ഫുള്ളി എന്ത് ചെയ്യും, അവരെ ട്രസ്റ്റ് ചെയ്യും, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളുണ്ടല്ലോ, നമ്മളിപ്പോൾ എല്ലാവരുടെയും പോയിട്ട് വായിക്കാനിരിക്കുമോ? ഇല്ലല്ലോ. അങ്ങനെ പറയുന്നതാണ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്. അങ്ങനെ വായിക്കണമെന്ന് അങ്ങനെ നിർബന്ധമില്ല. മിക്ക കേസുകളിലും നമ്മൾ അവർ നല്ലതായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അസ്യൂം ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പല കാര്യങ്ങളും ഒപ്പുവെക്കുന്നതും അവരായിട്ട് ബിസിനസ്സിൽ ഏർപ്പെടുന്നതും. ഇതൊക്കെ വലിയൊരു തെറ്റാണോ? വായിക്കണമെന്ന് ഇപ്പം നിർബന്ധം ഉണ്ടോ എന്ന് ചോദിക്കുന്നതാണ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്. അതായത് വെൻ ഡീലിംഗ് വിത്ത് എ കമ്പനി, നമ്മളൊരു കമ്പനിയായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് ഔട്ട്സൈഡേഴ്സ് ഡോണ്ട് നീഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദ കമ്പനീസ് ഇന്റേണൽ വർക്കിംഗ്. ഔട്ട്സൈഡേഴ്സിന് ആ കമ്പനി ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും MOAയും കൃത്യമാണോ, അവർ ഓക്കെ ആയിട്ടാണോ പ്രവർത്തിക്കുന്നത്, എങ്ങനെയൊന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അതെന്തിനാ അങ്ങനെയൊക്കെ നോക്കുന്നേ? നമുക്കത് അസ്യൂം ചെയ്യാലോ, അവർ പ്രോപ്പർ ആയിട്ടാണ് എല്ലാം ചെയ്യണേ എന്നുള്ളത് അസ്യൂം ചെയ്യാലോ എന്ന് പറയുന്നതാണ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്. ഇത് ഈ 3 ടേം, ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ്, കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്, തെറ്റരുത്. വീണ്ടും ഒന്നും കൂടി ഒന്ന് വോയിസ് ബാക്കിലേക്ക് ആക്കിയിട്ട് നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് മലയാളത്തിലൊക്കെ നോട്ട് എഴുതി വെക്കുക, പഠിക്കുക കേട്ടോ. അടുത്തത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഒരു കമ്പനിക്ക് 3 ഡോക്യുമെന്റ്സ് ആണുള്ളത്: MOA, AOA, പ്രോസ്പെക്ടസ്. ദീസ് ആർ ദി 3 ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് ഓഫ് എ കമ്പനി. അപ്പോൾ എന്താണ് പ്രോസ്പെക്ടസ്? എ പ്രോസ്പെക്ടസ് ഈസ് എ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി ടു ഇൻവൈറ്റ് ദ ജനറൽ പബ്ലിക് ടു സബ്സ്ക്രൈബ് ടു ഇറ്റ്സ് ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ്. ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യും. ഷെയർ ഇഷ്യൂ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ 3rd ചാപ്റ്ററിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കണ്ടവർക്ക് മനസ്സിലാവും. ഒരു കമ്പനിയുടെ എന്താ പറയുക, അവർക്ക് ക്യാപിറ്റൽ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഷെയർസ്, കമ്പനിയുടെ ഷെയർ ജനങ്ങളിലേക്ക് ഇഷ്യൂ ചെയ്യും. അപ്പം ഞങ്ങൾ ഇത്ര ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാട്ടോ എന്ന് പറഞ്ഞ് അവർ വാങ്ങുമ്പോൾ ആ വാങ്ങുന്നതിൻ്റെ പൈസ നമ്മൾക്ക് കിട്ടും.
അതുവഴി നമുക്ക് പൈസ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ ഷെയർ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യാനുള്ള ഒരു ഇൻവിറ്റേഷൻ പോലത്തെ ഡോക്യുമെൻ്റ് ആണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. കമ്പനിയുടെ ഷെയർസോ ഡിബഞ്ചേഴ്സോ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, ജനങ്ങളിലേക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റ്, ലൈക്ക് ഒരു ഇൻവിറ്റേഷനാണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഷെയർ, എത്ര ഷെയർ ഉണ്ട്, ഓരോ ഷെയറിന് എത്ര രൂപയാണ്, എന്നാണ് ഡേറ്റ്, എന്നാണ് ലാസ്റ്റ് ഡേറ്റ് എന്നൊക്കെ കൊടുത്തിട്ടുള്ള കമ്പനിയുടെ ഡീറ്റെയിൽസ്, കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ഡോക്യുമെൻ്റ് ആണ് ഈ പറയുന്ന പ്രോസ്പെക്ടസ്. ഓക്കെ, അടുത്തത് ഇവിടെ കൊടുത്തിട്ടുണ്ട് വീണ്ടും, പ്രോസ്പെക്ടസ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു ദ പബ്ലിക് ടു ഓഫർ ആൻഡ് സബ്സ്ക്രൈബ് ദ ഷെയർസ് ഇഷ്യൂ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെയുള്ള ഒരു ഇൻവിറ്റേഷൻ ആണ്, ഒരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ് പ്രോസ്പെക്ട്. അടുത്തത് ഇതിൽ കുറച്ച് റൂൾസ് കൊടുത്തിട്ടുണ്ട്. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പം മസ്റ്റ് ബി ഡേറ്റഡ് ആയിരിക്കണം, ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. A copy of prospectus must be signed by every director. എല്ലാ ഡയറക്ടേഴ്സും അതിൻ്റെ കോപ്പിയിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. രജിസ്ട്രാറുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ മസ്റ്റ് ബി കമ്പൈൻഡ് വിത്ത് റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ്. റിക്വയർഡ് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സോട് കൂടിയിട്ട് നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് വേണം അപ്ലിക്കേഷന് വേണ്ടി കൊടുക്കാനായിട്ട്. ദെൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോട്ടും അതിൻ്റെ ഒരു കോപ്പി കൊടുക്കണം. കാരണം ഈ ഷെയറിൻ്റെ ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്ന സ്ഥലമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ അവിടേക്കും നമ്മളൊരു കോപ്പി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസ്പെക്ടസ് ആണ്. പല തരത്തിലുള്ള പ്രോസ്പെക്ടസുകൾ നമുക്കിവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക. ഡീംഡ് പ്രോസ്പെക്ടസ്, എ ഡോക്യുമെൻറ്റ് ദാറ്റ് ഓഫർ സെക്യൂരിറ്റീസ് ഫോർ സെയിൽ ടു ദ പബ്ലിക് ഈസ് കൺസിഡേർഡ് ആസ് എ ഡീംഡ് പ്രോസ്പെക്ടസ്. അതായത് നമ്മൾ പറഞ്ഞു, ജനങ്ങളിലേക്ക് ഷെയറിൻ്റെ ഡീറ്റെയിൽസ് എത്തിക്കുന്ന ഒരു ഇൻവിറ്റേഷനാണ്, ഒരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇവരൊരു മീഡിയേറ്റർ വഴിയാണ് ചെയ്യണതെന്ന് വയ്ക്കുക. അതായത് ഇത് നമ്മുടെ കമ്പനി, അപ്പം ഇത് ഇവിടെ ജനങ്ങളാണെന്ന് വിചാരിക്കുക, ഇത് ജനങ്ങളാണ്. അപ്പോൾ ഈ ഒരു ജനങ്ങളിലേക്ക് നേരിട്ട് ഈ പറഞ്ഞ പ്രോസ്പെക്ടസ് എത്തിക്കാതെ അതാര് വഴി എത്തിക്കുന്നു? ഒരു മീഡിയേറ്റർ, ഇതിപ്പോൾ ഒരു മീഡിയേറ്ററാണെന്ന് വയ്ക്കുക. ഈ ഒരു മീഡിയേറ്റർ ത്രൂ എത്തിക്കുന്നതിനെയാണ് ഡീംഡ് പ്രോസ്പെക്ടസ് എന്ന് പറയുക. ഈ മീഡിയേറ്ററിനെ വിളിക്കുന്ന പേരാണ് ഇഷ്യൂവിങ് ഹൗസ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഒരു ഇഷ്യൂവിങ് ഹൗസിനെ വെച്ചുകൊണ്ട് നമ്മുടെ പ്രോസ്പെക്ടസ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനെയാണ് ഡീംഡ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്യൂ ഹൗസ് ആരാന്നൊക്കെ വേണമെങ്കിൽ 2 മാർക്കിന് ചോദിക്കാം കേട്ടോ. ഒരു ഇൻ്റർമീഡിയറി, ഒരു മീഡിയേറ്റർ ആണ് ഷെയർ ഡിബഞ്ചേഴ്സിൻ്റെ ഒക്കെ ഡീലിങ്സ് നമ്മുടെ പബ്ലിക്കിലേക്ക് എത്തിക്കുന്ന, പ്രോസ്പെക്ടസ് പബ്ലിക്കിലേക്ക് എത്തിക്കുന്ന ഒരു മീഡിയേറ്റർ ആണ് ഇഷ്യൂ ഹൗസ്. ഇനി അടുത്തത്, ഇതിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ്, ലയബിലിറ്റി, ഷെയർ ക്യാപിറ്റൽ, നെയിം ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് നടത്താനായിട്ട്. ഇനി അടുത്തൊരു എന്താ പറയുക ടൈപ്പാണ് ഷെൽഫ് പ്രോസ്പെക്ടസ്. എ ഷെൽഫ് പ്രോസ്പെക്ടസ് ഈസ് എ പ്രോസ്പെക്ടസ് ദാറ്റ് എലോസ് എ കമ്പനി ടു ഇഷ്യൂ സെക്യൂരിറ്റീസ് ഓവർ എ പീരീഡ് വിതൗട്ട് ഇഷ്യൂയിങ് എ ന്യൂ പ്രോസ്പെക്ടസ് ഈച്ച് ടൈം. അതായത് ഏറ്റവും ആദ്യം ഒരു പ്രോസ്പെക്ടസ് ഉണ്ടാക്കി, പിന്നെ ഓരോ സിറ്റുവേഷനിലും ഇത് തന്നെയാണ് അവർ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അല്ലാതെ ഓരോ തവണയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പുതിയത് ഉണ്ടാക്കുന്നില്ല. ഇതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ആധാർ കാർഡ്, ആധാർ കാർഡ് ഉണ്ടാവില്ല എല്ലാവരുടെ കയ്യിലും, ഒരു ആധാർ കാർഡ് ഉണ്ടായിരിക്കും. ഒരെണ്ണല്ലേ നമ്മുടെ കയ്യിലുള്ളൂ. ഇനി നിങ്ങളടുത്ത് കോളേജിൽ ആധാർ കാർഡിൻ്റെ കോപ്പി കൊടുക്കാൻ പറയുമ്പോൾ നിങ്ങൾ പുതിയത് പോയിട്ട് ഉണ്ടാക്കില്ലല്ലോ, അക്ഷയയിൽ പോയിട്ട് അതിൻ്റെ കോപ്പി എടുത്ത് കൊടുക്കല്ലേ ചെയ്യുക. അന്ന് തന്നെ പഞ്ചായത്തിലും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഒരു കോപ്പി എടുത്ത് കൊടുക്കല്ലേ ചെയ്യുക. അല്ലാതെ പുതിയത് എപ്പോഴും നമ്മുടെ കയ്യിൽ സേഫ് ആയിട്ടുണ്ടാവും. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അതിൻ്റെ കോപ്പിയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഓരോ തവണയും നമ്മൾ അക്ഷയയിൽ പോയിട്ട് പുതിയ ആധാർ കാർഡിന് അപ്ലൈ ചെയ്യുന്നില്ല. മനസ്സിലായോ? അതാണ് ഷെൽഫ് പ്രോസ്പെക്ട്. ഒരെണ്ണം റിയൽ ആയിട്ടുള്ളത് ഉണ്ടായിരിക്കും. അതുതന്നെയാണ് ഓരോ തവണയും ഇവർ ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഓരോ തവണയ്ക്ക് വേണ്ടി പുതിയത് ഉണ്ടാക്കുന്നില്ല. അതാണ് ഷെൽഫ് പ്രോസ്പെക്ടസ്. ദെൻ അടുത്തത് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ആണ്. റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഇസ് പ്രിലിമിനറി പ്രോസ്പെക്ടസ് ദാറ്റ് ഡസൻറ്റ് കണ്ടെയ്ൻ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ. ഫുൾ കാര്യങ്ങൾ ഉണ്ടാവില്ല അതിൽ. മനസ്സിലായോ? 1-2 കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഞങ്ങളിങ്ങനെ ഷെയർ വിൽക്കുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അല്ലാതെ ഷെയറിൻ്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെ പേരോ കമ്പനിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അതിലുണ്ടാവില്ല. ജസ്റ്റ് 1-2 ഡീറ്റെയിൽസ് മാത്രം എഴുതിക്കൊണ്ടുള്ളൊരു ഒരു സാമ്പിൾ ആയിട്ട്, ഒരു ബ്രീഫ് ആയിട്ടുള്ളൊരു പ്രോസ്പെക്ടസ് ആണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. അടുത്തത് അബ്രിജ്ഡ് പ്രോസ്പെക്ടസ് ആണ്. എൻ അബ്രിജ്ഡ് പ്രോസ്പെക്ടസ് ഇസ് എ കണ്ടൻസ്ഡ് വേർഷൻ ഓഫ് ദ പ്രോസ്പെക്ടസ്
കണ്ടെയ്നിങ് എസെൻഷ്യൽ ഡീറ്റെയിൽസ് സ്പെസിഫൈഡ് ബൈ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ്. നമ്മുടെ സെബിയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് അബ്രിജ്ഡ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസ്പെക്ടസ്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് 2 മാർക്കിന് ചോദിക്കാം, മൊത്തമായിട്ട് ഷോർട്ട് എസ്സേക്ക് ചോദിക്കാം. ദെൻ ഇതിൽ എന്തൊക്കെ ഉണ്ടാവണം? കമ്പനിയുടെ ഡീറ്റെയിൽസ്, നെയിം, അഡ്രസ്സ്, ഇഷ്യൂ ഡീറ്റെയിൽസ്, ഡേറ്റ്, സബ്സ്ക്രിപ്ഷൻ, ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ, ബിസിനസ് ഡീറ്റെയിൽസ്, മാനേജ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഒരു പ്രോസ്പെക്ടസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്തത് മിസ് സ്റ്റേറ്റ്മെന്റ് ഇൻ പ്രോസ്പെക്ടസ് ആണ്. ഒരു പ്രോസ്പെക്ടസിൽ നമ്മൾ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, മിസ് സ്റ്റേറ്റ്മെന്റ്, മിസ് റെപ്രസെന്റിങ് ഫാക്ട്സ് അല്ലെങ്കിൽ ഒമിറ്റിംഗ് ഫാക്ട്സ്, അതായത് എന്തെങ്കിലും കാര്യങ്ങൾ ഒഴിവാക്കുക, അതാണ് ഒമിറ്റിംഗ്. അങ്ങനെ എന്തെങ്കിലും തെറ്റായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രോസ്പെക്ടസ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്തെന്നുണ്ടെങ്കിൽ അതിനെതിരെ കേസ് വരാൻ സാധ്യതയുണ്ട്, പണിഷ്മെന്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അതിന് നമ്മൾ സിവിൽ ലൈബിലിറ്റി, ക്രിമിനൽ ലൈബിലിറ്റി എന്നാണ് പറയാം. നമുക്കതിന് സിവിൽ ലൈബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് പൈസ അടയ്ക്കേണ്ടി വരും, കോമ്പൻസേഷൻ അടയ്ക്കേണ്ടി വരും. ക്രിമിനൽ ലൈബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ അടയ്ക്കേണ്ടി വരും, ഇംപ്രിസൺമെന്റ് വരെ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദി 2 ലൈബിലിറ്റീസ്. നമ്മൾ ഈ ഒരു മിസ് സ്റ്റേറ്റ്മെന്റ് വരുത്തിയാൽ അതുമൂലം വരുന്ന 2 ലൈബിലിറ്റിയാണ് സിവിൽ ലൈബിലിറ്റിയും ക്രിമിനൽ ലൈബിലിറ്റി. ഇനി ഇതിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് സ്റ്റേറ്റ്മെന്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ്. എ സ്റ്റേറ്റ്മെന്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ് ഇസ് എ ഡോക്യുമെന്റ് സിമിലർ ടു എ പ്രോസ്പെക്ടസ്. അതായത് ഇത് സിമിലർ ആണ്, പ്രോസ്പെക്ടസിനോട് സിമിലർ ആണ്, പക്ഷേ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല, പ്രൈവറ്റ് ആയിട്ട് ഒതുക്കി തീർക്കുന്നതാണ്. പ്രൈവറ്റ് ഒരു ഇൻവിറ്റേഷൻ പോലെ കൊടുക്കുന്നതാണ്, വിതൗട്ട് ആൻ ഇൻവിറ്റേഷൻ ടു ദ പബ്ലിക് ടു സബ്സ്ക്രൈബ് ദ കമ്പനീസ് ഷെയർ. ഒരു പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഇപ്പം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാതെ നമ്മുടെ കമ്പനിയുടെ തന്നെ ഉള്ളിലുള്ള ആളുകൾക്ക് നമ്മൾ സീക്രട്ട് പറയാൻ പറ്റില്ല, പ്രൈവറ്റ് ആയിട്ട് ഷെയറുകൾ സെല് ചെയ്യുന്നു. അല്ലെങ്കിൽ നിലവിലുള്ള എംപ്ലോയീസിന് തന്നെ വേണോ, ഞങ്ങൾ ജനങ്ങളെയൊന്നും അറിയിച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആദ്യം എടുത്തോ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെയാണ് സ്റ്റേറ്റ്മെന്റ് ഇൻ ലിeu പ്രോസ്പെക്ടസ് എന്ന് പറയുക. ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുന്നേ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ആ ഷെയറിന്റെ പ്ലേസ്മെന്റ് നടത്തുവാണ്. അപ്പൊ ഇത് പക്ഷേ ഇതിന്റെ ഡാറ്റയും കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡിൽ സൂക്ഷിക്കണം കേട്ടോ. നമ്മളിത് സീക്രട്ട് ആയിട്ട് ചെയ്യുന്നതൊന്നുമല്ല, നമുക്ക് ഇങ്ങനെയും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, നമുക്ക് എങ്ങനെയും ക്യാപിറ്റൽ ഏൺ ചെയ്താൽ മതി അല്ലെ. അപ്പൊ അതുകൊണ്ട് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിനോ നിലവിലുള്ള എംപ്ലോയീസിനോ ഒക്കെ വഴിയും നമുക്കിത് വിറ്റ് പൈസ ഉണ്ടാക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്നതാണ് സ്റ്റേറ്റ്മെന്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ്. സോ ഇതോടുകൂടി നമ്മുടെ 2nd ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ലെങ്തി ചാപ്റ്റർ ആണ്, പക്ഷെ ഒരുപാട് ടേംസ് ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ തെറ്റാതെ ശ്രദ്ധിച്ച് പഠിക്കുക. ഒന്നും കൂടി വീഡിയോ ഒക്കെ കണ്ട് മലയാളത്തിൽ ലെക്ചർ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടൊക്കെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.